കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് രൂരു എന്ന കങ്കാരു എന്താ അമ്മയുടെ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ബാക്കി എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ, നമുക്ക് നോക്കിയാലോ. नीची टहनी पर एक चिड़िया गाना गा रही थी. रूरू ने चिड़िया से पूछना चाहा कि क्या उसे और गाने भी आते हैं, क्या वो उसे गाना सिखा देगी. पर चिड़िया उड़कर दूसरे पेड़ पर बैठ गई. എന്താ പറയുന്നത്, നീച്ചി എന്ന് വെച്ചാൽ താഴെ, നീച്ചെ എന്നുള്ളതാണ് താഴെ. ടഹനി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ. എന്തായിരുന്നു ടഹനി എന്ന് വെച്ചാൽ ചില്ല അല്ലേ, മരത്തിൻ്റെ ചില്ലയ്ക്കാണ് ടഹനി എന്ന് പറയുന്നത്. നീച്ചി ടഹനി പർ എന്ന് വെച്ചാൽ മുകളിൽ. അപ്പോൾ മരത്തിൻ്റെ ചില്ലയുടെ മുകളിൽ ഏക്ക് ചിടിയ എന്ന് വെച്ചാൽ എന്താണ്, പക്ഷിയല്ലേ, എല്ലാവർക്കും അറിയാം. ഗാന ഗാ രഹി തി, ഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് അല്ലേ, പാട്ട് പാടുകയായിരുന്നു. താഴെ മരത്തിൻ്റെ ഒരു ചില്ലയിലിരുന്നു കൊണ്ട് ഒരു പക്ഷി എന്താ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. नीची टहनी पर एक चिड़िया गाना गा रही थी. रूरू ने चिड़िया से पूछना चाहा कि, रूरू എന്ത് ചെയ്തു, ചിടിയ സേ എന്ന് വെച്ചാൽ പക്ഷിയോട് അല്ലേ, ചിടിയോട് അല്ലെ പക്ഷിയോട് പൂച്ചന ചാഹാക്കി ചോദിക്കാൻ ആഗ്രഹിച്ചു. ചാഹന എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക. ചാഹാക്കി ക്യാ ഉസേ ഗാന ഓർ ഗാനെ ബി ആത്തെ ഹെ, അല്ലയാ നിനക്കെന്താ കുറച്ചുകൂടി പാട്ട് എനിക്ക് പാടിത്തരാൻ പറ്റുമോ എന്ന് ആ കിളിയോട് ചോദിക്കുകയാണ് ആര്, രൂരു. ക്യാ വോ ഉസേ ഗാന സിക്കാ ദേഗി, അല്ലേ എന്താ നിങ്ങളെന്നെ കുറച്ച് പാട്ട് കൂടി സിക്കാ ദേഗി എന്ന് വെച്ചാൽ പഠിപ്പിക്കുക അല്ലേ. സീക്കന എന്ന് വെച്ചാൽ പഠിക്കുക, സിക്കാ ദേഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുക. കുറച്ച് പാട്ട് എന്നെ കൂടി പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ് രൂരു. पर चिड़िया उड़कर दूसरे पेड़ पर बैठ गई. പക്ഷേ ചിടിയ അല്ലേ പക്ഷി എന്താ ചെയ്യുന്നത്, ഉടുന്നാന്ന് വെച്ചാൽ എന്താ പറക്കുക അല്ലേ, പറന്നിട്ട് എവിടെ, ദൂസരെ പേട് പർ മറ്റൊരു മരത്തിൻ്റെ മേലെ ബൈഠ് ഗയി എന്താ പോയിരുന്നു അല്ലേ. അപ്പോൾ രൂരു പാട്ടൊക്കെ പാടിത്തരുമോ. അപ്പോൾ ഈ കിളിയുടെ പാട്ട് കേട്ടപ്പോൾ പാട്ടൊക്കെ എന്നെയും കൂടി പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഈ ചിടിയ ഈ പക്ഷി എന്താ ചെയ്യുന്നത്, ഉടുക്കർ ദൂസരെ പേട് പർ ബൈഠ് ഗയി പറന്നിട്ട് മറ്റൊരു മരത്തിൻ്റെ മേലെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. രൂരു പറയാണ് രുക്കോ ജാവ് മത്. അപ്പോൾ രൂരു പറയാണ് രുക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കൂ. പക്ഷിയോട് പറയാണ് രൂരു നിൽക്കൂ അല്ലേ, രുക്കോ ജാവോ മത് പോകരുതേ. മത്ത് എന്ന് വെച്ചാൽ അരുത് എന്നുള്ള വാക്കാണ്, അരുത് എന്നാണ് അർത്ഥം. അപ്പോൾ ജാവോ മത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്ക്, പോവല്ലേ എന്ന് പറയില്ല നമ്മൾ, അതുപോലെ പറയണം ജാവോ മത്ത്, രുക്കോ ജാവോ മത്ത്. ചിടിയ കെ പീച്ചെ കൂദത്താ ഹുവ രൂരുനെ ചില്ലായ. ചിടിയ കെ പീച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുറകിൽ ബാക്കിലല്ലേ, പുറകിൽ. കൂദത്താഹുവ കൂതിനാന്ന് വെച്ചാൽ എന്താ, തുള്ളിക്കൊണ്ട് അല്ലേ, തുള്ളി പോവുകയാണ്. അതിന് പറക്കാൻ പറ്റില്ലല്ലോ കങ്കാരുവിന്, അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ തുള്ളിച്ചാടി പോവുകയാണ്. രൂരുവിനെ ചില്ലായ എന്ന് വെച്ചാൽ നിലവിളിച്ചു അല്ലേ. ചിടിയാക്കെ പീച്ചെ കൂദത്തെ ഹുയെ രൂരുവിനെ ചില്ലായ അല്ലേ, രൂരു ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ചിടിയ ബോലി, അപ്പോൾ പക്ഷി പറഞ്ഞു മറുപടിയായിട്ട്, മേ രുക്ക് നഹി സക്തി എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബഹുത്ത് ബുര ഹോ ഗയാ ഹെ വളരെ എന്താ ആപത്ത്, ബഹുത്ത് എന്ന് വെച്ചാൽ വളരെ, ബഹുത്ത് ബുര എന്ന് വെച്ചാൽ ആപത്ത്, വളരെ വലിയ ആപത്താണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. എന്തായിരിക്കും ആപത്ത്, നമുക്ക് നോക്കിയാലോ. ക്യാ ബുര ഹുവ അല്ലേ. അപ്പോൾ നമ്മളെ രൂരു ചോദിക്കുകയാണ് എന്ത് പറ്റി, എന്താ ഉണ്ടായത്, എന്താപത്താണ് ഉണ്ടായത് അല്ലേ. പിछली രാത്ത് കഴിഞ്ഞ രാത്രി ഭയാനക തൂഫാൻ, എന്താ ഉണ്ടായത്, ഭയാനകമായിട്ടുള്ള തൂഫാൻ എന്ന് വെച്ചാൽ എന്താ, കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റിനാണ് തൂഫാൻ എന്ന് പറയുന്നത്.
ആയ വന്നു, ആയാത്ത അല്ലേ വന്നിരുന്നു. പിछली രാത്ത് ഭയാനക തൂഫാൻ ആയാത്ത എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രി ഭയാനകമായിട്ടുള്ള കൊടുങ്കാറ്റ് വന്നിരുന്നു. മേരാ ഘോംസല ഭിഖർ ഗയ. മേരാ ഘോംസല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൂടാണ്. കൂടെന്താ? ഭിഖർ ഗയ അല്ലേ, നശിച്ചുപോയി, ആകെ നാശമായിപ്പോയി. എൻ്റെ കൂടെന്തായി? ആകെ നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. കഹി മേരെ ബച്ചെ ഗിർന ജായേ. കഹി ഇനി എങ്ങാനും മേരെ ബച്ചെ എൻ്റെ കുട്ടികൾ, ബച്ചെ എന്ന് വെച്ചാൽ ആരാണ്? കുട്ടികൾ. ഈ ചിരയുടെ പക്ഷികളുടെ കുട്ടികൾ ഗിർന ജായേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണാലോ. ഗിർന എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴുക. ഗിർന ജായേ വീണു പോയാലോ എന്ന് ആർക്ക് പേടിയുണ്ട്? ഈ പക്ഷിക്ക് പേടിയുണ്ട്. മേ ഗാന നിഹി ഗാ രഹി തി. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടല്ല പാടിയത്. അപ്പനെ സാഥിക്കോ ബുലാ രഹി തി. പിന്നെ എന്താ ചെയ്തത്? അപ്പനെ എൻ്റെ, അപ്പനെ എന്ന് വെച്ചാൽ എൻ്റെ, സാഥി എന്ന് വെച്ചാൽ ഫ്രണ്ട് അല്ലേ, കൂട്ടുകാരനെ എന്ത് ചെയ്തു? ഫ്രണ്ടിനെ വിളിക്കുകയാണ് ചെയ്തത് അല്ലേ. ബുലാ രഹി തി അല്ലേ. അപ്പനെ സാഥിക്കോ ബുലാ രഹി തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയായിരുന്നു. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ് ചെയ്തത്, ഞാൻ പാട്ട് പാടുകയല്ല ചെയ്തതെന്ന് പക്ഷി പറഞ്ഞു. വോ ആകെ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഘോംസല ടീക്ക് കർ ലേ. വോ ആയേത്തോ അല്ലേ, ആയേത്തോ ജായേത്തോ, ആ ജായേത്തോ അല്ലേ. ആ ജായത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരുന്നെങ്കിൽ. ഹം മിൽക്കർ, മിൽക്കർ എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് അല്ലേ. മിൽക്കർ എന്ന് വെച്ചാൽ ഒരുമിച്ചിട്ട് ജൽദി ജൽദി പെട്ടെന്ന് തന്നെ ഘോംസല കൂട് ടീക്ക് കർലേ അല്ലേ ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ. വോ ആ ജായത്തോ ഹം മിൽക്കർ നമ്മൾ ഒരുമിച്ചിട്ട് ജൽദി ജൽദി പെട്ടെന്ന് തന്നെ ഘോംസല ടീക്ക് കർലേ അല്ലേ നമ്മളുടെ ആ വീണുപോയ കൂട്, കൊടുങ്കാട്ടിൽ നശിച്ചുപോയ കൂടൊന്ന് ശരിയാക്കാമായിരുന്നു അവൻ വന്നിരുന്നെങ്കിൽ. രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട അല്ലേ. എന്നിട്ട് രൂരു എന്താ ചെയ്യുന്നത്? അതും കേട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നതല്ല. രൂരു ചിടിയാക്കെ സാത്ത് അല്ലേ, ചിടിയയുടെ പക്ഷിയുടെ കൂടെ ചൽപ്പട അല്ലേ, കൂടെ തന്നെ പോയി അല്ലേ. ആര്? രൂരു അല്ലേ, നമ്മളുടെ കങ്കാരുവിൻ്റെ കുട്ടി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേത്തെ അല്ലേ. എങ്ങനെയായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്? ബച്ചെ കുട്ടികൾ ജമീൻ പർ, ജമീൻ എന്ന് വെച്ചാൽ നിലം, നിലത്ത് എന്താ ബേഹാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശരായിട്ട് ബേഹാൽ പടേ ഹുയേത്തെ അല്ലേ, അങ്ങനെ കിടക്കുമായിരുന്നു. അവശരായിട്ട് താഴെ തന്നെ കിടക്കുമായിരുന്നു ഈ കുട്ടികൾ, ഈ പക്ഷിയുടെ കുട്ടികൾ. ചിടിയ ജോർ സെ റോയി അല്ലേ. ചിടിയ ഇത് കണ്ടിട്ട് പക്ഷി ജോർ സെ വളരെ ഉച്ചത്തിൽ റോയി അല്ലേ കരഞ്ഞു അല്ലേ. ഈ കുട്ടികളിങ്ങനെ നിലത്ത് അവശരായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ അമ്മ പക്ഷിക്ക് സങ്കടം വന്നു, അങ്ങനെ കരയാൻ തുടങ്ങി. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉഡ്താ ഹുവ ആയ. കേട്ടോ, ഉസ്കി ആവാസ്, ആവാസ് എന്ന് വെച്ചാൽ സൗണ്ടാണ്. സൗണ്ട് കേട്ടിട്ട് അത് കേട്ടിട്ട് ഈ പക്ഷി കരയുന്ന ശബ്ദം കേട്ടിട്ട് ഉസ്ക സാത്തി അവൻ്റെ ഫ്രണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞിട്ടില്ലേ ഫ്രണ്ടിനെ വിളിക്കാമെന്ന്. അപ്പോൾ ആ ഫ്രണ്ട് എന്ത് ചെയ്തു? ഉഡ്താ ഹുവ പറന്നുകൊണ്ട് അല്ലേ, പറന്നുകൊണ്ട് ആയ വന്നു. ഉസ്കി ആവാസ് സുൻ ഉസ്ക സാത്തി ഉഡ്താ ഹുവ ആയ അല്ലേ. ഇവൻ്റെ ഈ കരച്ചിൽ കേട്ടിട്ട് ആ ഫ്രണ്ട് എന്ത് ചെയ്തു? പറന്നുകൊണ്ട് വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ്തെ രൂരു കോ ഏക് ഖ്യാൽ ആയ. ഉൻ ദോനോ കോ അവർ രണ്ടുപേരെയും, ഉദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുക അല്ലേ, വിഷമിച്ചിരിക്കുന്ന അവസ്ഥേനെയാണ് ഉദാസ് ഹോന എന്ന് പറയുന്നത്. ഉദാസ് ദേക്ക് അല്ലേ, വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് രൂരുക്കോ രൂരുവിന് ഏക്ക് ഖയാലായ. ഖയാൽ എന്ന് വെച്ചാൽ ഓർമ്മ അല്ലേ, ഓർമ്മ വന്നു അല്ലേ. ഇവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന കണ്ടപ്പോൾ രൂരുവിന് ഒരു ബുദ്ധി തോന്നി അല്ലേ, ഒരു ഓർമ്മ വന്നു, ഒരു കാര്യം ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്നത്? മുझे एक जगह मालूम है. എനിക്ക് മുझे एक ഒരു ജഗഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം, മാലൂം ഹെ അറിയാം അല്ലേ, എനിക്കൊരു സ്ഥലം അറിയാം. മുझे एक जगह मालूम है. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वही
രഹ സക്തേ ഹെ. ജബ് തക്ക് എപ്പോൾ വരെയാണോ ബച്ചെ നിങ്ങളുടെ കുട്ടികൾ ഉടനെ ലായക്ക് നെഹി ഹോ പറക്കാൻ വേണ്ടി ആവുന്നത് അല്ലേ, എപ്പോഴാണോ നിങ്ങളുടെ പക്ഷികൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പറ്റുന്നത്, വേ ആരാംസെ അല്ലേ അതുവരെ ആ കുട്ടികൾ എന്താ ആരാംസെ സ്വസ്ഥമായിട്ട്, ആരാംസെ എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട്, വഹി അവിടെ തന്നെ രഹ് സക്തേ ഹെ അല്ലേ അവിടെ തന്നെ താമസിക്കാം. ജബ് തക്ക് ബच्चे ഉടനെ ലായക് നെഹി ഹോ ജാത്തെ എപ്പോൾ വരെയാണോ ആ കുട്ടി പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത്, വേ ആരാംസെ വഹി രഹ് സക്തേ ഹെ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാൻ പറ്റുമെന്ന് ആര് പറയാണ്, രൂരു പറയാണ്. फिर क्या था, रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. फिर എന്ന് വെച്ചാൽ അതിനുശേഷം, ക്യാത്ത എന്തായിരുന്നു, എന്ത് സംഭവിച്ചു, രൂരു കി മദത് സെ രൂരുവിൻ്റെ സഹായത്തോടെ, മദത് എന്ന് വെച്ചാൽ സഹായം, ഹെൽപ്പ് എന്നുള്ള അർത്ഥമാണ്. രൂരുവിൻ്റെ സഹായത്തോടെ അമ്മീനെ അമ്മ കങ്കാരു എന്ത് ചെയ്തു, ധീരെ ധീരെ മെല്ലെ മെല്ലെ സാരേ ബച്ചോങ്കോ അല്ലെ മുഴുവൻ കുട്ടികളെയും, ആ അമ്മ പക്ഷിയുടെ മുഴുവൻ കുട്ടികളെയും, അപ്പനി നരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലമായിട്ടുള്ള അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കങ്കാരുവിൻ്റെ സഞ്ചി എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, നരം മുലായം ജേബ് ഹെ അല്ലേ, അവിടെയാണ് ആര് താമസിച്ചിരുന്നത്, രൂരു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ നരം അല്ലേ നല്ല മൃദുവായിട്ടുള്ള, മുലായം അല്ലേ കോമളമായിട്ടുള്ള, ജേബ് മേ അല്ലേ സഞ്ചിയിൽ രക്കലിയ വെച്ച് കൊടുത്തു ആരേ കുട്ടികളെ. രൂരു കി മദത് സെ അമ്മീനെ ധീരെ ധീരെ സാരേ ബച്ചോങ്കോ രൂരുവിൻ്റെ സഹായത്തോടു കൂടി അമ്മ എന്ത് ചെയ്തു, ധീരെ ധീരെ മെല്ലെ മെല്ലെ സാരേ ബച്ചോങ്കോ മുഴുവൻ കുട്ടികളെയും കുട്ടിപ്പക്ഷികളെയും അപ്പനി നരം മുലായം ജേബ് മേ രക്കലിയ തൻ്റെ മൃദുവായിട്ടുള്ള കോമളമായിട്ടുള്ള ആ സഞ്ചിയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു. യഹാം ഉന്നെ കോയി ഖതറ നഹി താ അല്ലേ, യഹാം ഇവിടെ ഉന്നെ അല്ലേ ഉന്നെ അവർക്ക് കോയി ഒരു ഖത്തറ എന്ന് വെച്ചാൽ എന്താ അപകടവും നെഹീത്ത ഉണ്ടായിരുന്നില്ല അല്ലേ, ഈ സഞ്ചിയിൽ അവർ ആ കുട്ടികൾ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ, അവർക്ക് ഒരു കോയി ഖത്തറ നെഹീത്ത എന്ന് വെച്ചാൽ ഒരു അപകടവും വരാനില്ല അല്ലേ. ചിടിയാം ഖുഷി സെ ഗാനേ ലഗി അല്ലേ, ചിടിയാം പക്ഷികൾ, ചിടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണ്, ചിടിയാം ഇവിടെ കുത്തുണ്ടല്ലേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ചിടിയാം എന്ന് വെച്ചാൽ ബഹുവചനമാണ്, അപ്പോൾ കുറേ പക്ഷികളുണ്ടല്ലേ, അപ്പോൾ കുട്ടിപ്പക്ഷികൾ എന്ത് ചെയ്താ ഖുഷി സെ അല്ലേ സന്തോഷത്തോടു കൂടി ഗാനേ ലഗി അല്ലേ പാട്ട് പാടാൻ തുടങ്ങി. ഉൻഹോനെ രൂരു കോ ബി ഗാന സിക്കാലിയ അല്ലേ, ഉൻഹോനെ അവരൊക്കെ രൂരു കോബി അല്ലേ രൂരുവിനെയും ഗാന സിക്കാദിയ അല്ലേ പാട്ട് പഠിപ്പിച്ചു. उस रात रूरू आहिस्ता से संभल कर अम्मी की जेब में घुसा. उस रात ആ ദിവസ രാത്രി രൂരു എന്ത് ചെയ്തു, അഹിസ്താസെ സമ്പൽക്കർ വളരെ പതുക്കെ സമ്പൽക്കർ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ പതുക്കെ എന്ത് ചെയ്തു, സമ്പൽക്കർ അല്ലേ ശ്രദ്ധിച്ചുകൊണ്ട് അമ്മയ്ക്ക് ജേബ് മേ ഘുസ അമ്മയുടെ അമ്മ കങ്കാരുവിൻ്റെ ആ സഞ്ചിയിൽ കയറി ഇരുന്നു. കയറുക എന്നാണ്, ഗുസ എന്നുള്ളത് കയറി. എവിടെയാണ് കയറിയത്, അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ കയറി അല്ലേ, അവിടെ ഒറ്റയ്ക്കല്ലല്ലേ ഒരുപാട് പക്ഷിക്കുട്ടികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹിസ്താസ അല്ലേ വളരെ പതുക്കെ പതുങ്ങിയിട്ട് സമ്പൽക്കർ അല്ലെ ശ്രദ്ധിച്ചുകൊണ്ട് അമ്മയ്ക്ക് ജേബുമേ ഗുസ അമ്മയുടെ ആ സഞ്ചിയിൽ പതുങ്ങിയിരുന്നു അല്ലെ കയറിയിരുന്നു. വഹ ചിടിയോങ്കി ബഗൽമേ ദുബക്കയ അവനെന്ത് ചെയ്തു, വഹ ചിടിയോങ്കി ബഗൽമേ അവൻ എന്ത് ചെയ്തു, ചിടിയോങ്കി എന്ന് വെച്ചാൽ പക്ഷികളുടെ, ബഗൽ എന്ന് വെച്ചാൽ അരികിൽ, പക്ഷികളുടെ അരികിൽ, ദുബക്കയ എന്ന് വെച്ചാൽ പതുങ്ങിയിരുന്നു അല്ലേ, അവൻ പക്ഷികളുടെ അടുത്ത് തന്നെയായിട്ട് പതുങ്ങിയിരുന്നു. അബുവോ അകേല നെഹീത്ത ഇപ്പം അവനെന്താ, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ ഒറ്റക്കാണ് അതുകൊണ്ട് എനിക്ക് ലോകം കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇപ്പോഴെന്താണ്, എന്ന് വെച്ചാൽ ഇപ്പോൾ, ഓ അകേല എന്ന് വെച്ചാൽ ഒറ്റക്ക്
നഹീത്ത. നഹീത്ത എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ ഇപ്പം അവൻ എന്താ, അബ് വോ അകേല നഹീത്ത. ഇപ്പം അവൻ ഒറ്റക്കായിരുന്നില്ല, രൂരു ഒറ്റക്കായിരുന്നില്ല. കൂടെ ആരൊക്കെയുണ്ട്? പക്ഷിക്കുട്ടികളുണ്ട്. അപ്പം നമ്മൾ രൂരുവിൻ്റെ കഥ ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.